ബീഹാറിലെ തെരഞ്ഞെടുപ്പ് വലിയൊരു വാർത്തയായി നിലനിൽക്കുകയാണ്. ബീഹാറിൽ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും. നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും നേർക്ക് നേർ വാക്പോരിലെത്തിയതോടെ അവസാന മണിക്കൂറിൽ പ്രചാരണം ഹൈ വോൾട്ടേജിലാണ്. കോൺഗ്രസിന്റെ തലയ്ക്ക് മേൽ RJD തോക്ക് ചൂണ്ടിയതോടെയാണ് തേജസ്വിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാൻ സമ്മതിച്ചതെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരിഹാസം. പോളിംഗ് ബൂത്തിൽ ജാഗ്രത വേണമെന്നും അല്ലെങ്കിൽ BJP വോട്ടുകൊള്ള നടത്തുമെന്നുമാണ് രാഹുൽ ഗാന്ധിയുടെ വിമർശനം. കൂടുതൽ വിവരങ്ങളുമായി അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. അഭിലാഷ്, എതിർ പാർട്ടികൾക്കെതിരെ മോദി വലിയ രീതിയിൽ ആഞ്ഞടിക്കുന്നു. ഒപ്പം നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം രാഹുൽ മത്സ്യത്തൊഴിലാളികളുടെ കൂടെ മീൻ പിടിക്കാൻ ഇറങ്ങുന്ന ചില കാഴ്ചകളൊക്കെ. അങ്ങനെ പോരാട്ടം കടുക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അനുശ്രീ, ഇപ്പോൾ ബീഹാറിൽ മറ്റന്നാൾ വ്യാഴാഴ്ച ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ നാളെ തെരഞ്ഞെടുപ്പ് പ്രചാരണം, ഈ ആദ്യഘട്ടത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കാനിരിക്കുകയാണ്. ഈ സമയത്താണ് നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും നേർക്കുനേരെത്തി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അതിൽ രാഹുൽ ഗാന്ധി ശക്തമായി ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതിൽ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള സംഘർഷം നിർത്താൻ ഇടപെട്ടത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണെന്ന് ഡൊണാൾഡ് ട്രംപ് നിരവധി തവണ പറയുന്ന കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് മോദി ആക്രമിക്കുന്നു. അതുപോലെ SIR ഉപയോഗിച്ചിട്ട്, അതായത് വോട്ട് കൊള്ള, അതുപോലെ നിരവധി ആൾക്കാരുടെ വോട്ടർ ലിസ്റ്റിൽ നിന്ന് ആളുകളുടെ പേര് വെട്ടിയതടക്കമുള്ള നിരവധി കാര്യങ്ങളിൽ നരേന്ദ്രമോദി അല്ലെങ്കിൽ BJP അവിടെ വോട്ട് മോഷ്ടിച്ച് ജയിക്കാൻ ശ്രമിക്കുന്നു തുടങ്ങിയിട്ടുള്ള നിരവധി ആരോപണങ്ങളാണ് NDA സഖ്യത്തിനെതിരെ, BJPക്കെതിരെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ സാധാരണക്കാരായ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതായിട്ടുള്ള പ്രതീതി ഉണ്ടാക്കാൻ അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് മീൻ പിടിക്കാൻ പോകുന്നതടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് പ്രതിപക്ഷ നേതാവ്. ഇപ്പോൾ മഹാസഖ്യത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് കൂടിയായ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, അതുപോലെ തന്നെ അഖിലേഷ് യാദവ്, ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാവായ അഖിലേഷ് യാദവ് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് റാലികളിലെത്തുന്നു. മഹാസഖ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള റാലികൾ പങ്കെടുക്കുന്നു, വോട്ട് പിടിക്കുന്നു. വലിയ രീതിയിൽ അവിടെ NDA വലിയ രീതിയിൽ തോൽക്കുമെന്നൊക്കെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഒരു സൈഡിൽ ഇതേപോലെ പ്രതിപക്ഷ നേതാക്കളെല്ലാം ചേർന്നുകൊണ്ട് BJPക്കെതിരെ, NDAക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. മറുവശത്ത് BJPയും ഒട്ടും വിട്ടുകൊടുക്കുന്നു. കഴിഞ്ഞ 1.5 വർഷത്തിനിടെ മൂന്നാമതാണ് നരേന്ദ്രമോദി ബീഹാറിലെ പാട്നയിലെത്തുന്നത്. ഇന്നലെ പാട്നയിലെ ബെഗുസറായിലെത്തി പ്രതിപക്ഷ സഖ്യത്തിനെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നയിച്ചത്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, കോൺഗ്രസ് പാർട്ടി തന്നെ RJDയെ തോൽപ്പിക്കാൻ നിൽക്കുന്നു. ഒരു മുന്നണിയിലുള്ള RJDയും കോൺഗ്രസും തമ്മിൽ തല്ലുന്നു സീറ്റുകൾക്ക് വേണ്ടി, മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി. അതുകൊണ്ട് നമുക്ക് BJPക്ക് വലിയ രീതിയിൽ പണിയെടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് നരേന്ദ്രമോദി പറയുന്നത്. ഇൻട്രോയിൽ അനുശ്രീ വായിച്ചതുപോലെ തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയാക്കുന്നതിന് സമ്മതിപ്പിക്കാൻ പ്രതിപക്ഷ നേതാവിൻ്റെ രാഹുൽ ഗാന്ധിയുടെ തലയിൽ തോക്ക് ചൂണ്ടേണ്ടി വന്നു എന്നുള്ള വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നയിക്കുന്നത്. അങ്ങനെ നാളെ ആദ്യഘട്ട പ്രചാരണത്തിൻ്റെ അവസാന നാളായി നാളെ മാറുകയാണ്. അതിനു മുമ്പ് വലിയ രീതിയിലുള്ള ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളുമാണ് ബീഹാറിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. GST അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാകുന്നു. ആൾക്കാരുടെ ജീവിത നിലവാരമടക്കം ബീഹാറിൽ ചർച്ചയാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. അതുപോലെ ആദ്യഘട്ടത്തിൽ 121 മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. വ്യാഴാഴ്ച 6-ാം തീയതി, അതുപോലെ 11-ാം തീയതി ചൊവ്വാഴ്ച അടുത്ത് 122 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കും. നാളെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം അവസാനിക്കാനിരിക്കുകയാണ്. മറ്റന്നാൾ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ നിശബ്ദ പ്രചാരണം നടക്കും. അതേസമയം 10-ാം തീയതി വരെ 9-ാം തീയതി വരെ കൃത്യമായ രീതിയിലുള്ള തെരഞ്ഞെടുപ്പുകൾ 2-ാം ഘട്ട മണ്ഡലങ്ങളിലും നടക്കും. ഇതിനുശേഷം 11-ാം തീയതിയോടുകൂടിയാണ് പോളിംഗ് അവസാനിക്കുക. അതിനുശേഷം റിസൾട്ട് വരും. ഇപ്പോൾ നിലവിൽ ബീഹാറിൽ അതിശക്തമായ പ്രചാരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. NDAയും അതുപോലെ തന്നെ മഹാസഖ്യവും തമ്മിൽ നിലവിൽ NDA ഭരിക്കുന്ന മുന്നണിക്ക് 132 സീറ്റുകളാണ് ബീഹാറിലുള്ളത്. പ്രതിപക്ഷ സഖ്യത്തിന് 110 സീറ്റും AIMന് 1 സീറ്റുമുണ്ട്. അങ്ങനെ 200 ആകെ, അതായത് 12 സീറ്റുകളുടെ 22 സീറ്റുകളുടെ വ്യത്യാസത്തിലാണ് ഇപ്പോൾ അവിടെ ഒരു സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതിനെ അട്ടിമറിച്ച് വീണ്ടും പ്രതിപക്ഷത്തിന് അധികാരത്തിലെത്താൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാജ്യം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ബീഹാറിൽ. കാരണം കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പുകളിൽ മധ്യപ്രദേശ് ആയാലും അതുപോലെ
മറ്റ് ഹരിയാന തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിലെല്ലാം വലിയ രീതി മഹാരാഷ്ട്ര ആയാലും അടക്കം വലിയ രീതിയിൽ പ്രതിപക്ഷ സഖ്യം വിജയിച്ചു വരുമെന്ന് കരുതിയെടുത്ത് അട്ടിമറി വിജയമാണ് BJP-യുടെ ഭാഗത്തുനിന്നുണ്ടായത്, NDA സഖ്യത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ ബീഹാറിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് ചോരി അടക്കം ഇനിയൊരു വലിയ ഹൈഡ്രജൻ ബോംബ് അടക്കം പൊട്ടാനുണ്ട് എന്നുള്ള ആരോപണങ്ങളടക്കം ഉന്നയിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുതന്നെയാണ് അഭിലാഷ്, വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങൾ പരസ്പരം ഉന്നയിക്കുന്നു. അങ്ങനെ പരസ്യ പ്രചരണം ചൂട് പിടിച്ച് തന്നെ നടക്കുന്നു എന്ന് തന്നെ പറയാം. ആ സാഹചര്യത്തിൽ പരസ്യ പ്രചരണം നാളെ അവസാനിക്കുകയാണല്ലോ. അപ്പോൾ നിലവിലെ ഒരു സാഹചര്യം വെച്ച് ആരായിരിക്കും ബീഹാറിന്റെ മനസ്സിൽ എന്നാണ് കരുതുന്നത്? അനുശ്രീ, ഒന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം ഹരിയാനയിലെ തെരഞ്ഞെടുപ്പും മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പും അതിന് നമുക്ക് മുമ്പിൽ ഒരു വലിയ തെളിവായി നിൽക്കുകയാണ്. പ്രതിപക്ഷ സഖ്യത്തിന് വലിയ രീതിയിൽ മുന്നേറാൻ കഴിയുമെന്ന് ഉണ്ടായിരുന്നൊരു സാഹചര്യമായിരുന്നു, പ്രത്യേകിച്ച് ഹരിയാനയിൽ. പക്ഷേ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ നേരെ മറിച്ചായിരുന്നു സംഭവിച്ചത്. അതേപോലെ തന്നെയാണ് മഹാരാഷ്ട്രയിലും ഉണ്ടായത്. വലിയ രീതിയിലുള്ള മുന്നേറ്റം, അതായത് കോൺഗ്രസ് വലിയ രീതിയിൽ വിജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലമടക്കം ഒരു അനുകൂല സാഹചര്യം ഉണ്ടായിട്ടും കൈവിട്ട് കളയുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ഉണ്ടായത്. മധ്യപ്രദേശിലും മറ്റൊന്നായിരുന്നില്ല സാഹചര്യം. അതുകൊണ്ട് തന്നെ ഇത്തവണ ബീഹാറിലും ശക്തമായ പോരാട്ടം നടക്കും. പക്ഷേ അന്തിമ വിജയം ആർക്കൊപ്പമാണെന്ന് വോട്ട് പെട്ടി തുറന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ ബീഹാറിനെ സംബന്ധിച്ച് സമാസമമാണ്. രണ്ട് മുന്നണികൾക്കും കൃത്യമായ രീതിയിലുള്ള ശക്തി സംസ്ഥാനത്തുണ്ട്. അവർക്ക് പരസ്പരം സർക്കാരിനെതിരെ പറയാനും പ്രതിപക്ഷത്തിനെതിരെ പറയാനും രണ്ട് കൂട്ടർക്കും നിരവധി കാര്യങ്ങളുണ്ട്. പക്ഷേ ജനങ്ങളുടെ മനസ്സ് എങ്ങോട്ടേക്ക് ചായുമെന്നുള്ള കാര്യത്തിൽ ഒന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം ഇത് ഇന്ത്യയാണ്, ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പാണ്, ഇവിടെ എന്തും സംഭവിക്കാമെന്നുള്ള സാഹചര്യമാണ്. ഇപ്പോൾ വോട്ട് ചോരി അടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ചോദ്യമുനയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഭരണപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്നുള്ള ശക്തമായ ആരോപണങ്ങൾ അടക്കം നേരിടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മാത്രമല്ല SIR തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ബീഹാറിൽ. 65 ലക്ഷത്തിലധികം ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ ഏറിയ പങ്കും ഇന്ത്യ സഖ്യത്തിൻ്റെ, അതായത് മഹാസഖ്യത്തിൻ്റെ ആൾക്കാരാണെന്നുള്ള ആരോപണങ്ങൾ വരുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ബീഹാറിലേത്. ഒന്നുകൂടെ ഊന്നി പറയുന്നത് SIR നടപ്പിലാക്കിയ ശേഷം ആദ്യമായി നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് ബീഹാറിലേത്. അതുകൊണ്ട് തന്നെ അതിശക്തമായ രീതിയിലുള്ള മോണിറ്റൈസിംഗ് ഉണ്ടാവും. അവിടെ ആളുകളെല്ലാം അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കും, മോണിറ്ററിംഗ് ഉണ്ടാവും. അതിനുശേഷമായിരിക്കും ഈ ഓരോ കാര്യങ്ങളും, അതായത് നേരത്തെ മഹാരാഷ്ട്രയിലടക്കം നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ, കർണാടകയിൽ നടന്ന തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ വോട്ടർ ലിസ്റ്റും വോട്ടർ ലിസ്റ്റെല്ലാം പ്രതിപക്ഷ നേതാവ് ചോദിച്ചിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് കൊടുക്കാൻ തയ്യാറായിരുന്നാൽ അവസാനം 300 കിലോയോളം പേപ്പറാണ് നൽകിയത്. അതിൽ നിന്നാണ് ഇത്തരത്തിൽ വോട്ട് ചോരി നടന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ബീഹാറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അതിസൂക്ഷ്മമായ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയകളെല്ലാം ഇന്ത്യ മുന്നണിയും മഹാസഖ്യവും പരിശോധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ അത്തരത്തിലൊരു ആരോപണവും ഉന്നയിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവാതെ അവർ ശ്രദ്ധിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും അതിശക്തമായ രീതിയിലുള്ള പോരാട്ടമാണ് പ്രതിപക്ഷ മുന്നണിയും ഭരണപക്ഷ മുന്നണിയും തമ്മിൽ അവിടെ കാഴ്ചവെക്കുന്നത്. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള നീക്കങ്ങളാണ് പ്രതിപക്ഷ നേതാവ് നടത്തുന്നത്. അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള മീൻപിടുത്ത തൊഴിലാളികൾക്കൊപ്പമടക്കം അവർ ഇറങ്ങി പ്രവർത്തിക്കുന്നു. അതുപോലെ GST വന്നത്, സംസ്ഥാനത്ത് GST കൊണ്ടുവന്നത് ബീഹാറിനെ സംബന്ധിച്ച് ചെറുകിട വ്യവസായികൾക്ക്, ചെറുകിട കച്ചവടക്കാർക്ക് എല്ലാം വലിയ രീതിയിൽ തിരിച്ചടിയായിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇൻഡസ്ട്രിയലിസ്റ്റുകളുടെ, അതായത് വ്യവസായികളുടെ തോഴരാണ്. അവരാണ് നരേന്ദ്രമോദിയെ നയിക്കുന്നത്, അവർക്ക് വേണ്ടിയാണ് നരേന്ദ്രമോദി ഭരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള ശക്തമായ ആരോപണങ്ങൾ പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുമ്പോൾ തിരിച്ച് ജംഗിൾ രാജാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ കീഴിൽ ബീഹാറിൽ ഉണ്ടായിരുന്നത്. ജംഗിൾ രാജാണ്, അല്ലെങ്കിൽ പ്രതിപക്ഷ മുന്നണിയുടെ കീഴിൽ RJDയുടെ കീഴിൽ ബീഹാറിലുണ്ടായിരുന്നത് ജംഗിൾ രാജാണ്, ഗുണ്ടകളുടെ ഭരണമാണ് തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും NDA സഖ്യവും ഉന്നയിക്കുന്നത്. അമിത്ഷായും നരേന്ദ്രമോദിയും JP നഡ്ഡയും അടക്കം BJPയുടെ എല്ലാ തലതൊട്ടപ്പന്മാരും ഇപ്പോൾ ബീഹാറിലുണ്ട്. അങ്ങനെ ശക്തമായ പ്രചാരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അനുശ്രീ, അങ്ങനെ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് വലിയ ചൂട് പിടിച്ച് തന്നെ മുന്നേറുകയാണ്. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം നാളെ അവസാനിക്കുകയാണ്. നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും നേർക്കുനേർ എന്ന് തന്നെ പറയാം. പരസ്പരം വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങളും ഒക്കെ ഉന്നയിക്കുന്നു. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം മീൻ പിടിക്കാൻ വെള്ളത്തിലേക്ക് ഇറങ്ങിയ വീഡിയോയൊക്കെ വലിയ തരത്തിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെയാണ്. അഭിലാഷ് രാധാകൃഷ്ണനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.